അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പം സത്യത്തിൽ നൗഷാദിന് ആകണ ഹാലളകിയിരിക്കുകയാണ്. നൗഷാദിനും കുഞ്ഞാമീനും സമദിനും ഷെയ്ഖിൻ്റെ നിർദ്ദേശം ഇരിക്കുന്നിടത്തുനിന്നും ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഷെയ്ഖ് എവിടെ ഇരിക്കണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നോടത്തിരുന്ന് ഹാലളകി കിടക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് നിർദ്ദേശം ഹാലളകിയിട്ടാണ് കൊടുക്കുകയാണെന്നാണ് തോന്നുന്നത്. കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാകണത്. പിന്നെ ഇവിടെ SYSൻ്റെ സമ്മേളനത്തിന് ആരെ കൊണ്ടുവരണം, SYSൻ്റെ കാര്യങ്ങൾ എന്ത് നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, അതിൻ്റേതായ ആളുകളുണ്ട്. അത് അവർ നിയന്ത്രിക്കും. അത് എന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു കാലഘട്ടത്തിൽ ഇജ്തിൽ സജീവമായിട്ട് പ്രസംഗിച്ചിരുന്നല്ലോ. 2013 വരെ കുറച്ച് കാലം ഇങ്ങനെ നല്ല സജീവമായിട്ട് ബമ്പം പ്രസംഗിച്ച് നടന്നിരുന്നല്ലോ. സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ തന്നെ ഇക്കാലഘട്ടത്തിലൊരു മുജദ്ദിദാണ്, അങ്ങനത്തെ ഒരു മുജദ്ദിദ് വരാനില്ല എന്നൊക്കെ പറഞ്ഞു കാണിച്ച് പ്രസംഗിച്ചിരുന്നല്ലോ. പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ ആൻ്റെ കാട്ടുകള്ളൻ്റെ കൈ പിടിച്ച് കാണ്ട് മൂപ്പര് വെള്ളം മന്ത്രിച്ച് വന്നപ്പോൾ ഒന്നും മാറ്റം മാറി കാണ്ട് അങ്ങനെയുള്ളപ്പോൾ പിന്നെ പോണ സമയത്ത് പറഞ്ഞു, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം മുസ്താദ് അവറുകളെ, എൻ്റെ നാക്ക് കൊണ്ട് ഞാൻ ചെറിയൊരു വേദനിപ്പിക്കുന്ന വാക്ക് സുൽത്താനുൽ ഉലമയെ പറഞ്ഞാൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം എനിക്ക് പിരാന്താണ് എന്നുള്ളത്. അതൂജ് പറഞ്ഞേക്കണ് അല്ലേ? അതൂജ് പറഞ്ഞേനല്ലേ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പിരാന്താണെന്ന് നിങ്ങൾ കരുതിക്കോളി എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് പിരാന്താണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. കരുതല്ല, ഉറപ്പിച്ചു. പറഞ്ഞു കഴിഞ്ഞു ഉറപ്പിച്ചു എനിക്ക് പിരാന്താണെന്നുള്ളത്. അത് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ്. പിന്നെ ഈ പിരാന്തുള്ളവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയാത്തത്. പിന്നെ ഇപ്പോൾ SYSൻ്റെ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് അമേരിക്കയിൽ നിന്ന് വന്ന ആൾ വഹാബിയാണ് എന്നാണ് ഇജ് പറയുന്നത്. ആ വഹാബിയാണ് എങ്കിൽ അത് തെറ്റന്നെയാണ്. വഹാബിയാണെങ്കിൽ നമുക്ക് സംശയമൊന്നുമില്ല, നമ്മളതിന് പിന്താങ്ങണമൊന്നുമില്ല. SYSൻ്റെ ആൾക്കാർ അതൊക്കെ പറയൊന്നുമില്ല. പക്ഷെ അയാളുടെ ഇസ്ലാമും മറ്റു കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും അയാളെ ക്ഷണിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അല്ലാഹു അഅലം. ആ സമയത്ത് അയാൾ വഹാബിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ക്ഷണിച്ചിരിക്കുന്നത് എങ്കിൽ അത് ശരിക്കൊന്ന് വിലയിരുത്തേണ്ടത് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ഇതിൽ കുറേ പ്രസംഗിച്ചിരുന്നു. അന്ന് എല്ലാ സ്ഥലങ്ങളിലും നൗഷാദ് അഹ്സനി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ആൾ കൂടിയിരുന്നു. ഞാനൊക്കെ എവിടെ ഉള്ള വെച്ചാൽ അവിടുന്ന് മണ്ടിപ്പോഞ്ഞെന്ന് ഇതിലെ നൗഷാദ് എനിക്കറിയില്ലേ? ഇത് പട്ടാമ്പി KVK ബുഖാരി അവിടെ കൊടുന്നപ്പോൾ ഞാൻ അവിടുന്ന് പുറത്തു പോകാൻ തന്നെ കാരണം എന്താ അറിയോ? എൻ്റെ സ്റ്റേജിൽ വന്നിരുന്ന കാരണം ഞാൻ മാലിൽ നിന്ന് തന്നെ പുറത്താക്കി. മാലിൽ നിന്ന് പുറത്തായാലും വേണ്ടില്ല, എന്നാലും എൻ്റെ ഒപ്പം വന്നിരിക്കണം വെച്ചിട്ടാണ് അവിടെ വന്നു തരുന്നത്. ഓർക്കുണ്ടോ? എന്നാലും എൻ്റെ ഒപ്പം അവിടെ വന്നു തീർക്കണം വെച്ചിട്ടാണ് ആ സ്റ്റേജിൽ വന്നു തരുന്നത്. ടൗണിൽ ശങ്കരമംഗലം ടൗണിൽ എന്നെ കൊടുന്നെന്ന് അന്നിച്ച് ക്ലിപ്പിട്ട് കാണ്ട് ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. എന്നിട്ടാണ് നമ്മൾ നല്ലോര അടിപൊളി മാലിലെത്തുനിന്ന് പോരേണ്ടത്. എന്താ എൻ്റെ സ്റ്റേജിൽ വന്നു തരുന്ന ഒരൊറ്റ കാരണത്താലാ. ഇജുക്കോലത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുമെന്നുള്ള വിവരം അറിയാണെന്ന് എന്നെ സ്റ്റേജിൻ്റെ പടിക്കൊക്കെ വരുത്തുമല്ലോ. കാരണം സുലൈമാൻ ഉസ്താദിനോട് പൂളക്കിളക്കാൻ പോകാൻ പറഞ്ഞു. ഈ സുലൈമാൻ ഉസ്താദിൻ്റെ ആരായിരുന്നു അവിടെ പഠിച്ചിരുന്ന സമയത്ത്? സുലൈമാൻ ഉസ്താദിൻ്റെ ഖാദിമായിരുന്നു. എന്നോട് ചോദിക്കാതെ ഏത് ഷെയ്ഖിനേക്കും സുലൈമാൻ ഉസ്താദിനെ കാണാൻ പറ്റൂലായിരുന്നു. എന്നെ കണ്ടിട്ടല്ലാതെ കാണാൻ പറ്റൂലായിരുന്നു. ഓർക്കണ്ടച്ച്? എന്നെ കണ്ടിട്ടാണ് സുലൈമാൻ ഉസ്താദിനെ കാണാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയില്ലേ? അതിപ്പോൾ നമുക്കറിയോ? കാട്ടിക്കൊണ്ട് എടുക്കുന്നത് അന്ന് അറിയുന്നുണ്ടെങ്കിൽ അന്ന് അടിപ്പിക്കോ? ഇതിൻ്റെ പരിസരത്ത് കടിപ്പിക്കൂല. എന്നൊക്കെ കൊതുക് കൊതുകുകളെ ചടിച്ചിന മാറി ആട്ടി വിടൂലേ? പക്ഷെ അത് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ കൊടുന്ന ആൾ ഹക്കീം അസേരിയാണ്. ഹക്കീം അസേരിക്ക് അത് അറിയുമെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ കൊടുന്നത് തെറ്റന്നെയാണ്, പാടില്ലാത്ത കാര്യമാണ്. ആ സമയത്ത് അറിയാതെ വന്ന് ഈ വഹാബിയാണ് എന്നുള്ളതും മറ്റുള്ളതും അറിയാതെ വന്നതാണെങ്കിൽ പിന്നെ യാതൊരു രക്ഷയില്ല. അപ്പം പിന്നെ എനിക്ക് പറയാനുണ്ടാകുക നെറ്റിലുണ്ടല്ലോ, എൻ്റെ മാതിരി കുരുട്ടുബുദ്ധിയായിട്ട് നടക്കുന്നത് ഞങ്ങൾ ആരാ? ഇതല്ലാതെ കുരുട്ടുബുദ്ധി എന്ന് പറഞ്ഞത് എൻ്റെ അടുത്തല്ലേ?
ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ കുരുട്ടു ബുദ്ധിയിൽ അന്നല്ലേ പഠിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും പറയും ഏറ്റവും വലിയ മോശക്കാരൻ ഇബിലീസാണെന്ന് അറിയാലോ. ഇബിലീസിലും വലിയ വർത്തമാനം പറഞ്ഞ ആളുണ്ടേ, ഫിറൗനെ. ഇബിലീസ് പേച്ച ആളാണ്, പക്ഷേ ഇബിലീസിലും വലിയ വർത്തമാനം പറഞ്ഞ ആളാണ് ആര്? ഫിറൗന്. ഇബിലീസ് എന്താ പറഞ്ഞത്? ഇജന്നെ അള്ളാഹിനോട് പറഞ്ഞ ഇജന്നെ പടച്ചത് തീയ് കൊണ്ടാണെങ്കിൽ ഇജന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ ആളുണ്ടല്ലോ, ആദം നബിയെ പടച്ചിട്ടുള്ളത് മണ്ണ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മണ്ണ് കൊണ്ട് സുജൂദ് ചെയ്ത ഒരാൾക്ക് ഇപ്പം തീ കൊണ്ട് സുജൂദ് ചെയ്ത് ഇന്നോട് സുജൂദ് ചെയ്യാൻ പറയല്ലേ, പടച്ച ഇന്നോട് സുജൂദ് ചെയ്യാൻ പറയല്ലേ? അതെനിക്ക് കുറച്ച് വിഷമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ്. ആ സമയത്ത് അത് പറ്റൂലെങ്കിൽ അബാ വസ്തക്ബറ വക്കാന മിനൽ കാഫിരീൻ, അങ്ങനെയല്ലേ ആട്ടി വിട്ടത്? അങ്ങനെയാണല്ലോ ഇബ്ലീസിനോട് പോകാൻ പറഞ്ഞത്. ചരിത്രം പറയല്ല, അങ്ങനെയാണല്ലോ പോകാൻ പറഞ്ഞിരിക്കണത്. എന്നാൽ ഫിർഔന് അതിനേക്കാൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാൾ ഒരു പടി മുന്നിലാണ് ഇബ്ലീസിനേക്കാളിൽ. എന്താണ്? ഫിറോൻ പറഞ്ഞ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്നാണ്. ഞാനാണ് ഉന്നതനായ റബ്ബ്, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്. അത് പറഞ്ഞാൽ പിന്നെ ഇബ്ലീസിൻ്റെ മേലായില്ലേ? ഇബ്ലീസ് അത്രത്തോളം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇബ്ലീസ് പേപ്പിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പം പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ റബ്ബാണെന്നാ. ആ ഫിർഔനിൻ്റെ പട്ടികയിലാണ് ഇജുള്ളത്. ആ ഫിർഔനിൻ്റെ പട്ടികയിലാണ്. അത് ഞങ്ങൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇജുള്ളതും കുഞ്ഞാമുള്ളതും സമതുള്ളതും ആ ഫിർഔനിൻ്റെ പട്ടികയിലാണ്. അതിൽ യാതൊരു സംശയമല്ല. അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്നലെയും കൂടി എന്നോട് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വാട്സപ്പിലൂടെ പറഞ്ഞ വോയിസ് എഴുതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചെറുപ്പക്കാരൻ പറഞ്ഞേ, റഹ്മാൻ ഉസ്താദേ, എനിക്ക് ഇപ്പോഴും അയാളോട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു സ്നേഹം കിടക്കുന്നുണ്ട്. പക്ഷേ ആ സ്നേഹം ഇപ്പോൾ എനിക്ക് പോയി കിട്ടി. ഇന്നലെ വരെ എൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ആ പ്രസംഗം അയാൾ പറയാനോട് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടേക്കെയോ അയാളോട് ഇപ്പോഴും നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മുഴുവൻ പോയി കിട്ടി. എന്തേ മുഴുവൻ പോയി കിട്ടാൻ കാരണം? കാന്തപുരം ഉസ്താദിനെ പറഞ്ഞൊരു വാക്കുകളുണ്ട്. അതിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. മനസ്സിലായ എനിക്ക്? പറയുന്നത് മുഴുവനും പച്ചക്കളവാണ്. നീ ഈ പറഞ്ഞത് ഒരൊറ്റ സത്യം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്കാണ് ഇത് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞിട്ട്. പച്ചക്കളവല്ലാതെ എല്ലാ വിഷയത്തിലും പച്ചക്കളവ് മാത്രം പറഞ്ഞ് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. കളവ് പറയുന്ന ഉസുറും പുളിയില്ലാതെ. കാരണം വഹാബികളുടെ ശൈലി കടമെടുത്തു. ഇപ്പോൾ SYS നടത്തിയ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനെ സംബന്ധിച്ച് പറയുകയാണ്. അതൊന്ന് കേട്ടു നോക്കാണി നിങ്ങൾ. ഈ ആള് ആരാണ് എന്ന് നോക്കൂ നിങ്ങൾ. അദ്ദേഹം SYSന്റെ സമ്മേളനത്തിന് ഉദ്ഘാടനത്തിന് വന്ന ആളെ സംബന്ധിച്ചാ പറഞ്ഞു കേട്ടോ. അദ്ദേഹത്തിന്റെ നാട്ടിലും പരിസരത്തുമൊക്കെ സാധാരണയായി ജുമുഅ ഖുതുബ നിർവഹിക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലാണ് ഖുതുബ ഓതാറുള്ളത്. ഖുതുബ ഏത് ഭാഷയിലായിരിക്കണമെന്നാണ് ഈ ടീം പഠിപ്പിച്ചത്? ഖുതുബ ഏത് ഭാഷയിലാണ് എന്നാണ് ഈ ടീം പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഹംക്കൊക്കെ ഏതിലുള്ളതാണ്? ഇവനെ ഏതിലുള്ളതാണ് ഇവർ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഇവനെന്താണ്? അപ്പം അതാണ് പറഞ്ഞത്. ഇവനെന്താണ്? ഇവൻ വഹാബികളുമായിക്കൊണ്ട് ബായി ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ അവന് പറയാൻ കഴിയണം. അതുകൊണ്ടാണ് അവരുമായിക്കൊണ്ടുള്ള ഒരു കണക്ഷൻ. അതിപ്പോൾ ഇന്നലെ ഞാൻ വിട്ടില്ലേ, ഇന്നലെ നിങ്ങൾ കേട്ടില്ല, എല്ലാവരും കേട്ടല്ലോ. മുജാഹിദിൻ്റെ ഒരു പരിപാടിയിൽ മുജാഹിദുകാരനായിട്ട് ഓന് ഫോൺ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതും മുജാഹിദുകാരൻ പറഞ്ഞതും നമ്മളെല്ലാവരും കേട്ടല്ലോ. ഖുതുബ അറബിയിലായിരിക്കണം, അല്ലെങ്കിൽ ജുമുഅ ശരിയല്ല എന്ന് നാട് മുഴുവനും പറഞ്ഞു നടന്ന ആളുകളുടെ അതിനൊന്നും ഞങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല നൗഷാദേ. അതിലൊന്നും ഞങ്ങൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഖുതുബ അറബി തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ഖുതുബ ബാത്തിൽ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ അഖീദ. എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ വിശ്വാസം. അങ്ങനെ തന്നെ ഞങ്ങളങ്ങനെ തന്നെ പ്രവർത്തിക്കലും. അങ്ങനത്തെ ഒരു പള്ളി കയറി ഞങ്ങൾ നിസ്കരിക്കലുമില്ല. എൻ്റെ മാതിരി ഓലായിട്ടുള്ള ആ ബായ് ഉണ്ടല്ലോ, അതിന് നമ്മളില്ലേ. ഇപ്പം അങ്ങനെ ആയി മാറി. അതുകൊണ്ടാണല്ലോ ഇവർ നാട് നിങ്ങളെ പറഞ്ഞു നടക്കുന്ന എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയണത്.
ഇനി എൻ്റെ ആ കെട്ട് എടുത്തേക്കാൻ ബാക്കിയുള്ളൂ. ഇനി എൻ്റെ ആ തലമ്മ കെട്ടി ആ കെട്ടുണ്ടല്ലോ, ആ സർവേരിക്കല്ലുമ്പോൾ ബോത്തൂരച്ചമാർക്കത്തെ ആ കെട്ട് അതിനെടുത്ത് ഒഴിവാക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ചെയ്താ ഒക്കെ കഴിഞ്ഞു പഞ്ഞി. കാരണം ത്വരീക്കത്തിൽ ഇതല്ല, ത്വരീക്കത്തുകാർ പറയുന്ന ശൈലിയിലല്ല ഇത് സംസാരിക്കണത്. ഇതൊരു ത്വരീക്കത്തുകാരനല്ല, ത്വരീക്കത്തിലുള്ള ശൈലിയല്ല ഇത് സംസാരിക്കണത്. ഇതൊരു പുത്തനാശയക്കാരൻ. ഇതെന്തോ ഒരു ജാതി, ഇതെന്തോ ഒന്ന് അനക്ക് എന്തും പറയാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും എന്നങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കോലത്തിൽ സംസാരിക്കണത്. നമ്മളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇക്കോലത്തിൽ. പിന്നെ എന്തിനാ സ്റ്റേജ് കെട്ടി പറയുന്നത്? എന്തിനാ സ്റ്റേജ് കെട്ടി പറയണേ? പുയരനെ കൊല്ലാൻ ആരും കുന്തെടുക്കലില്ല എന്ന് പറഞ്ഞതുപോലെ എന്തിനാ അതിൻ്റെ ആവശ്യം? എനിക്ക് സ്റ്റേജ് എന്തിനാണ്? ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ വർക്ക്, ആ വർക്ക് കൂടി ജനങ്ങളാണ് അറിയട്ടെ. എൻ്റെ ഇത്തരം തരം പരിപാടി പ്രിയപ്പെട്ടവരെ, ഇവൻ സ്റ്റേജ് കെട്ടിയിട്ട് സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അതിലൊരു ആദർശമാണ് ഓൻ പറയണത്. ഓൻ്റെ ആദർശമാണ് പറയണേ. ഓൻ്റെ ആദർശം നിന്ന് പറഞ്ഞാൽ AP ഉസ്താദിനും പൊന്മള ഉസ്താദിനും പേരോട് ഉസ്താദിനും തീട്ടം നിന്നല. ഇതാണോ ഓൻ്റെ ആദർശം? വൃത്തികെട്ടോ. സുഹബക്കും സമ്മേളനത്തിനും എങ്ങനെ ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുന്ന യഹ്യാ റോഡസത്തി നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനെന്തിനാ ചങ്ങായി നിഷേധിക്കണത്? കണ്ടതല്ലേ, ഇപ്പൊ കണ്ടില്ലേ? അതൊക്കെ നിഷേധിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് കേട്ട് അനക്കല്ല തിരിയാത്തത് ഇംഗ്ലീഷ്. പേരോട് ഉസ്താദ് ഉണ്ടെങ്കിൽ പേരോടും തിരിയില്ല. എനക്കെന്തോ അനക്കെ അറിയാം. വാട്ട് ഈസ് സുവർണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കറിയാം. കോന്ത എന്നിട്ട് ഇജ്ജ് ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ കാട്ടി കുളിച്ചിട്ടുണ്ടിച്ചിട്ട് ഒരു ഇംഗ്ലീഷിൽ വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ഇജ്ജാ പിന്നെ പേരോട് ഉസ്താദിന് ഇംഗ്ലീഷ് പഠിച്ചപ്പിച്ചാ നിൽക്കണത്. അതിന് പറ്റിയ മോനല്ല ചിട്ടോ. നോക്കെ ഇതിനൊന്നും കൈസ് വാതിലുറക്കൂല നൗഷാദേ, ഇതിനൊന്നും കൈസേ വാതിലുറക്കൂല. മിമ്പറിൽ കയറി ഇംഗ്ലീഷിൽ ഖുത്ബ ഓതുകയാണ്. ഈ ഖുത്ബയുടെ ഇസ്ലാമിക മാനം എന്താണെന്ന് പറയണം. ഗ്രാൻഡ് മുഫ്തിയായി ഇരുന്നിട്ട് കാര്യമില്ല, ഫത്വ പറഞ്ഞോളണം. നൗഷാദേ, ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇരുന്നിട്ടേ എൻ്റെ കുത്തിത്തിരിപ്പിന് മറുപടി പറയാനല്ലടാ കാന്തപുരം ഉസ്താദ് ഗ്രാൻഡ് മുഫ്തിയായത്. എൻ്റെ കുത്തിത്തിരിപ്പിന് മറുപടി പറയാനുള്ളതല്ല ഗ്രാൻഡ് മുഫ്തി. മനസ്സിലായ എനിക്ക്? അനക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഈ തീട്ട വർത്താനം പറയുന്നതിന് എന്തെങ്കിലും ഒരു വർത്താനം, എന്തെങ്കിലും ഒന്ന് കാന്തപുരം ഉസ്താദോ അല്ലെങ്കിൽ പൊന്മള ഉസ്താദോ പേരോട് ഉസ്താദോ പറയണം അല്ലേ? അവരെന്തെങ്കിലും ഒന്ന് പറയണം. അവർ പറഞ്ഞാൽ കാന്തപുരം ഇതിന് മറുപടി പറഞ്ഞു, മറുപടി പറഞ്ഞത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാമുക്കോയൻ്റെ ചെറിയും ചിരിച്ചാനല്ലേ ഇജെന്ത് ചെയ്യണത്, കളിക്കണത്? അത് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങളെ ഉസ്താദുമാർക്കറിയാം, അത് ഞങ്ങളെ കാന്തപുരം ഉസ്താദിനെ അറിയടാ, സുൽത്താനുലമക്കറിയാം, ഞങ്ങളെ ഗ്രാൻഡ് മുഫ്തിക്കറിയാം. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർന്ന അത് ഞങ്ങളെ കാന്തപുരം ഉസ്താദിനറിയാം. മിണ്ടാതിക്കണതാ അന്നെ കൊല്ലാൻ ഞങ്ങൾ